സമ്പൂർണത അഭിയാൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആസ്പിരേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രവർത്തനത്തെക്കുറിച്ച് പ്രസിഡന്റ് ജിഷ ദിലീപുമായി മനേഷ് MP സംസാരിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നീതി ആയോഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന ആസ്പിരേഷണൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രോഗ്രാം അതിൻ്റെ ഒരു ത്വരിതഗതിയിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 മാസത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. സമ്പൂർണത അഭിയാൻ. ഈ സമ്പൂർണത അഭിയാനിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ഒന്ന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തും മറ്റൊന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്തുമാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ ദിലീപ് നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം മാഡം. താങ്ക് യു. പറഞ്ഞു തുടങ്ങുമ്പോൾ ദേവികുളം എന്ന് പറയുന്ന വളരെ പ്രകൃതി രമണീയമായ ഹൈറേഞ്ചിലെ ഒരു വലിയ ബ്ലോക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. വിസ്തീർണം കൊണ്ടും ഒക്കെ ഒരു ജില്ലയുടെയൊക്കെ തന്നെ വലിപ്പമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. ഒരുപക്ഷെ ഈ വലിപ്പവും അതിൻ്റെ ഭൂപ്രകൃതിയും തന്നെയാണ് അതിൻ്റെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തടയായി നിൽക്കുന്ന ഒന്നും. നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശരിയാണ്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു പഞ്ചായത്ത്. ഏതാണ്ട് ആലപ്പുഴ ജില്ലയുടെ വലിപ്പം നോക്കിയാൽ അത്രയും വിസ്തീർണമുള്ള 9 പഞ്ചായത്തുകൾ ചേർന്ന പഞ്ചായത്ത്. അപ്പോൾ നോക്കിക്കഴിയുമ്പം ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും എല്ലാം എപ്പോഴും പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന 8 പഞ്ചായത്തുകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പം നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പം ചെറിയ ചെറിയ വീഴ്ചകൾ വന്നതുകൊണ്ടാവാം ആസ്പിരേഷൻ ബ്ലോക്കായി ദേവികുളത്തെ മാറ്റപ്പെട്ടതെന്നാണ് ഞങ്ങളുടെയും ഒരു കാഴ്ചപ്പാടും കണക്കൂട്ടലുകളും. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന സൂചികളനുസരിച്ച് എല്ലാ പഞ്ചായത്തുകളും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകൾ തന്നെയാണ്. അതിലൊന്നിനെ പോലും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയുമില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമ്പൂർണ്ണത അഭിയാൻ്റെ ഭാഗമായി 3 മാസത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന അച്ചീവ്മെൻറ്റിൽ എത്താൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 6 സൂചകങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കുന്നത്. അതിൽ ആരോഗ്യരംഗമുണ്ട്, കൃഷിയുണ്ട്, പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യത്താണ്. ഈ ചിതറിക്കിടക്കുന്ന ജനസാന്ദ്രത എന്ന് പറയുന്ന അത്തരത്തിലാണ് ഒരു കൂട്ടം, അല്ലെങ്കിൽ അങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏകീകരിക്കാൻ എത്രമാത്രം കഴിയുന്നുണ്ട്? നമ്മൾ നീതി ആയോഗിൻ്റെ ഒരു പ്രതിനിധി ശ്രീമതി യാമിനി യാദവ് കഴിഞ്ഞ ദിവസം നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് സബ് കളക്ടർ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ 9 പഞ്ചായത്തുകളിലെയും ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാർ, അതുപോലെ നമ്മുടെ PHSകളിലെയും CHSകളിലെയും ഡോക്ടർമാർ, അംഗൻവാടി ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, അതുപോലെ IEO, അങ്ങനെ ഇതിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട 9 പഞ്ചായത്തിലെയും കൃഷി ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി ഈ 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഏതൊക്കെയാണ് എന്നൊരു തീരുമാനം നമ്മൾ ആദ്യം താഴേക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് അന്നേരം അവരുടെ പ്രതിനിധികൾ മാത്രമാണ് ആ കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മളിതിൻ്റെ അച്ചീവ്മെൻറ്റ് എത്തില്ല എന്നുള്ളത് നമുക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകളെയും സെലക്ട് ചെയ്ത് അവിടേക്ക് ചെല്ലുകയാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തുകളിലേക്കും ചെന്ന് അവിടുത്തെ അംഗൻവാടി ടീച്ചർമാരെയും ആശാ വർക്കർമാരെയും പൂർണ്ണമായും വിളിച്ച് കൃഷി ജീവനക്കാരെ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ, അതുപോലെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 6 സൂചകങ്ങളിലും ഉൾപ്പെട്ടു വരുന്ന മുഴുവൻ ജീവനക്കാരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും പഞ്ചായത്തിൽ ഏകീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ പ്രവർത്തനങ്ങളിലേക്ക് ചെന്ന് എവിടെയാണ് തടസ്സമെന്ന് കണ്ടെത്തി ഓരോ പഞ്ചായത്തിനും ഇപ്പോൾ ഞാൻ പറഞ്ഞു 9 പഞ്ചായത്തുകളുണ്ടെന്ന് പറഞ്ഞു. ശാന്തൻപാറ പഞ്ചായത്തിൻ്റെ ഭൂവിസ്തൃതിയോ അവിടുത്തെ ഒരു പ്രത്യേകതകളോ അല്ല വട്ടവടയ്ക്കുള്ളത്. വട്ടവട പഞ്ചായത്തും ശാന്തൻപാറയും തമ്മിൽ അഭേദ്യം ബന്ധമില്ലാതെയാണ് ഇടമലക്കുടി പഞ്ചായത്തിൻ്റെ. അപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും അവിടെ ചെന്നിട്ട് എന്താണ് വീഴ്ച, ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് 3 മാസം കൊണ്ട് ഈ അച്ചീവ്മെൻറ്റിൽ എത്താനാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 9 പഞ്ചായത്തുകളിൽ 6 പിന്നാക്ക പഞ്ചായത്തുകളാണ്. ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ടി വരുന്നില്ലേ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അത് ചെയ്യേണ്ടി വരും. അതായത് നമ്മളുടെ ഈ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ ഇപ്പം അതിഥി തൊഴിലാളികൾ അധികമായി വരുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഗർഭസ്ഥ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പോഷകാഹാരങ്ങൾ, അവരുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ, അതുപോലെ അവരുടെ കൂടെ വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗം, ഇതൊക്കെ അവരെ
പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ട സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കേഴ്സ് ഏറ്റവും താഴത്തെ തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്ന ഓരോ കുടുംബത്തെയും വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരിലൂടെ നമ്മൾക്ക് ഒരു പ്രദേശവും വിട്ടുപോകാതെ എല്ലായിടത്തും എത്താനും അവർക്കതിന് വേണ്ട ഒരു നോളജ് കൊടുക്കാനും കഴിയുമെന്നുള്ളൊരു വിശ്വാസവും പ്രതീക്ഷയും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തന്നെ കൂടുതൽ മുൻഗണന നമ്മൾ കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. എന്താണ് ഒരു ടെന്യൂറിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കൾ എത്തുന്നത്. അപ്പോൾ 2 മാസത്തെ ഒരു സമയമേ ഇതിനൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അറിഞ്ഞും ശ്രദ്ധിച്ചും ഇരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വന്നിരിക്കുന്ന ഔദ്യോഗികമായ ഒരു മാറ്റം, ഞാൻ കൃത്യമായി ഓരോ പ്രശ്നങ്ങളും ഇടപെട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനും സമൂഹത്തിന് നല്ല രീതിയിൽ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഇതിനു മുമ്പും ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ഇരുന്നിരിക്കുന്നത് കൊണ്ട് വലിയൊരു ഗ്യാപ്പൊന്നും തോന്നുന്നില്ല. ഒരു വലിയ പ്രശ്നം തലയിൽ വെച്ചതായിട്ടും തോന്നുന്നില്ല. മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ 6 സൂചകങ്ങളുടെ കാര്യം പറഞ്ഞു, ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് അനുഭവപ്പെടുന്നത് ഏതാണ്? ഇപ്പം നമുക്കൊരു വില്ലനായിട്ട് നിൽക്കുന്നത് ശരിക്കും മണ്ണ് പരിശോധന. അത് അത്യന്താപേക്ഷിതമാണ്. അപ്പം നമുക്കതിനൊരു ഇതുള്ളത് ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പം മഴ സമയമാണ്. ഈ 3 മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 160ഓളം മണ്ണ് പരിശോധനയിലൂടെ നമുക്കതിൻ്റെ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡ്രൈ സോയിൽ മാത്രമേ അവർ പരിശോധനയ്ക്കായിട്ട് എടുക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് അതിന് പറ്റുന്നൊരു സാഹചര്യമില്ല. റൂം ടെമ്പറേച്ചറിൽ അതൊന്ന് ഉണക്കിയെടുക്കാനും കഴിയാത്ത കണ്ടീഷനുണ്ട്. അതാണ് ഇപ്പം നിലവിൽ ഏറ്റവും വലിയ വെല്ലുവിളി. ബാക്കിയെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് ചെയ്തു പോകാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ ഉദ്ഘാടനം ജൂലൈ 5 നമ്മൾ ഉദ്ഘാടനം നടത്തി. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ മാഡം പരിഭവപ്പെട്ടത് ഞങ്ങളിവിടെ നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കണക്കുകളിൽ വരുന്നില്ല. അതിൽ താഴോട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച ആശാ വർക്കർമാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനുള്ള കണക്കിൽ കൊണ്ടുവരുന്നതിൽ, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതിൽ ഊന്നിയായിരുന്നു താങ്കൾ അന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. അത് ഞാൻ ഉദ്ദേശിച്ചതാണ്. അതായത് നമ്മളുടെ അംഗൻവാടി ടീച്ചർമാരെന്ന് പറയുന്നത് ഇപ്പോഴാണ് ഏതാണ്ട് എല്ലാവരും ഒരു 40 വയസ്സിന് മുകളിലുള്ളവരാണ് ആവറേജ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ടച്ച് സ്ക്രീൻ ഫോൺ അല്ലെങ്കിൽ അതുപോലത്തെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള IT ആയിട്ട് ബന്ധപ്പെട്ട പുതിയ ആപ്പുകളൊക്കെ അവർ ഉപയോഗിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളിലുള്ള പരിശീലനങ്ങളിലൂടെയാണ്. ഏതാണ്ട് ആശാ വർക്കർമാരെന്ന് പറയുന്നവരും അങ്ങനെ തന്നെ യാതൊരു സാലറിയും ഇല്ലാതെ സാമൂഹ്യ സേവനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അതിന് താല്പര്യമുള്ള കുറേ വനിതകൾ ഇറങ്ങി വന്നിട്ടായിരുന്നു ആശാ വർക്കേഴ്സിൻ്റെ ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ തലമുറ ഉപയോഗിക്കുന്നത് പോലെയുള്ള പുതിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിനകത്ത് താമസം വരാറുണ്ട്. ചിലപ്പോൾ പരിചയക്കുറവ്, വീഴ്ചകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനവരെ ഒന്ന് സഹായിക്കുന്നതിന് ഈ ആപ്ലിക്കേഷനുകൾ കൃത്യമായി ഉപയോഗിക്കുന്നതിനും അതിനകത്ത് രജിസ്ട്രേഷനുകൾ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ട സൗകര്യങ്ങൾ കൂടി കൊടുക്കണം. അപ്പോൾ അംഗൻവാടി ടീച്ചേഴ്സിനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഇന്ന ആപ്ലിക്കേഷനിൽ നിങ്ങളിതങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുമെങ്കിലും ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ മേഖലയിലുള്ള വലിയൊരു വിഷയമാണ് ഈ നെറ്റ്വർക്ക്. അതും കൃത്യമായി കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർ ചെയ്തിട്ട് പോരും. ചെയ്യാൻ പഠിപ്പിക്കുന്ന അനുസരിച്ച് ചെയ്തു പോരുന്നവർ പിന്നീട് അത് അതിലേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൊക്കെ ഈ രജിസ്ട്രേഷനുകളൊക്കെ ഒരുപാട് ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ ചെയ്യുന്നത് അതിനകത്ത് റെക്കോർഡാകാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും അതുപോലെ അതിന് പിന്നിൽ നിൽക്കുന്ന മുഴുവൻ ജീവനക്കാർക്കുമുണ്ട്. അതുതന്നെയാണ് ഉദ്ദേശിച്ചത്. അവർക്ക് വേണ്ട മോറൽ സപ്പോർട്ട് എവിടെയാണോ അത് കണ്ടെത്തി കൊടുക്കുക, ഓരോ പ്രദേശത്തിൻ്റെ സാഹചര്യം അനുസരിച്ച്. അതാണ് അങ്ങനെ ഉദ്ദേശിച്ചതിന് കാരണം. ആ ഉദ്ഘാടന സമ്മേളനത്തിന് വളരെ വിശദമായിട്ട് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായി. പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഓരോരുത്തർക്കും വളരെ കൃത്യമായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. എന്താണ് അതിൻ്റെ അവസ്ഥ? കാരണം ഏറ്റവും പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അതിനുശേഷം ആദ്യം തന്നെ ഏതാണ്ട് 17-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ഓരോ പഞ്ചായത്തുകളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ ഒരു തരത്തിലും നമുക്ക് ഈ ഗ്യാപ്പ് റോഡോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കുള്ള ഒരു വശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഈ മീറ്റിങ്ങുകളൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും മഴ 5 ദിവസം എന്ന് പറയുന്നത് 5 ദിവസം കൊണ്ട് മാറുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഓരോ പഞ്ചായത്തും ചെയ്തിരിക്കുന്ന അച്ചീവ്മെൻറ്റ് ആ ദിവസങ്ങളിൽ പഞ്ചായത്തുകളിൽ കൂടുന്ന മീറ്റിങ്ങുകളിൽ അവതരിപ്പിച്ചുകൊണ്ട് പിന്നീട് കൂടുതൽ എന്താണോ വേണ്ടത് അതിലേക്ക് പോകണമെന്നാണ്
ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഇവ എഫേർട്ടുകളെല്ലാം എടുക്കുന്നു, ഇങ്ങനൊരു ആസ്പിറേഷണൽ പ്രോഗ്രാം വരുന്നു, അതിനൊന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് സമ്പൂർണ്ണത അഭിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസത്തെ അല്ലെങ്കിൽ 90 ദിവസത്തെ ഒരു പരിപാടി ഉണ്ടാക്കുന്നു. പക്ഷേ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളിൽ അത് എടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ശരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു സമ്പൂർണ്ണത അഭിയാൻ ഏറ്റെടുക്കുമ്പം നമ്മൾക്ക് വേണ്ടി മാത്രം നീതി ആയോഗ് ഒരു ഉദ്യോഗസ്ഥയെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ടെസ് ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ടെസ്സിൻ്റെ എല്ലാ സഹായങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ സമ്പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ ആസ്പിരേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തിലെയും സ്കൂളുകളെ ആണെങ്കിലും ഹോസ്പിറ്റലുകളെ ആണെങ്കിലും അംഗൻവാടി ജീവനക്കാർ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളുടെ അല്ലെങ്കിൽ ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ അവരുടെ രജിസ്ട്രേഷൻ അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ചെന്ന് ഫീൽഡ് വർക്ക് ചെയ്ത് പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിൽ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്തുവെന്നും കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അറിയിക്കുക, അത് കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ പഞ്ചായത്തിലും വരുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ, ഏത് പഞ്ചായത്ത് ഏത് രീതിയിൽ പോയപ്പോഴാണ് നേട്ടം ഉണ്ടായത്, മറ്റ് പഞ്ചായത്തുകൾക്ക് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ളൊരു പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സഹായം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഈ 90 ദിവസത്തെ ത്വരിതപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലും തുടർന്നുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആകാശവാണിയും ഒപ്പമുണ്ട്, എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ആകാശവാണിയും ഒപ്പമുണ്ട് എന്നൊന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തൽക്കാലമായി സംഭാഷണത്തിൽ നിന്ന് വിരമിക്കാം. തീർച്ചയായിട്ടും അതിനകത്ത് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 6 സൂചകങ്ങളിൽ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ അത് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ, അവരുടെ ഗർഭസ്ഥാവസ്ഥയിൽ അവർക്ക് ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ അംഗൻവാടി വഴി വിതരണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ, അത് കൃത്യമായി അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആശുപത്രികളിൽ നിന്നുള്ള ഹെൽത്ത് കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ 60 വയസ്സിന് മേലേക്ക് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളുള്ളവർ നമ്മുടെ ഏറ്റവും അടുത്ത പ്രാദേശിക ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവരുടെ മരുന്നുകൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ച് അവരുടെ രജിസ്ട്രേഷനുകളൊക്കെ ഒന്ന് കൃത്യമാക്കിയാൽ, അതുപോലെ കാർഷിക മേഖലയിലാണെങ്കിലും അവർ ആ കാർഡുമായി ബന്ധപ്പെട്ടൊന്ന് മുൻപോട്ട് പോകാൻ ഒരു മുൻകൈ എടുത്ത് വന്നാൽ, കാരണം ആരും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇത് കേൾക്കുന്നവരൊന്ന് മുൻപിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും സഹായകരമായി ഒരാൾ പോലും ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകാതെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്നുകൂടി പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പിന്നാക്കമുള്ള 500 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ലിസ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ നിന്ന് ഈ സൂചകങ്ങളിലെല്ലാം 100% നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതിലൊരു കാര്യമുണ്ട്, 500-ൽ നിന്ന് നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ 3-6 മാസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് 120ാമത്തെ സ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ 500-ൽ നിന്ന് നമ്മൾ 120-ൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 മാസം കൊണ്ട് 100-നുള്ളിൽ കടക്കുക മാത്രമല്ല, എന്താണ്ട് 1-ലെത്താൻ നമ്മൾ ശ്രമിച്ചാലും 10-ലെങ്കിലും എത്തിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് കേട്ടോ. അതല്ല, അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കാരണം ഞങ്ങളെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി എഴുതി വെച്ച് ചിട്ടയായുള്ള പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമാണ്. അതിന് എല്ലാം നല്ലൊരു ഫലം ഉറപ്പായിട്ടും ഉണ്ടാകും. ആശംസകൾ. താങ്ക് യു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആസ്പിരേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രവർത്തനത്തെക്കുറിച്ച് പ്രസിഡന്റ് ജിഷ ദിലീപുമായി മനേഷ് MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.